എല്ലാവർക്കും സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 18ാം ലോക്സഭയെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കുന്നത്. 2024 ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 3 ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ഫലം പ്രഖ്യാപിച്ചത് ജൂൺ 4-ന്, സത്യപ്രതിജ്ഞ ജൂൺ 9-ന്. 2024 ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 3 ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഫലം പ്രഖ്യാപിച്ചത് ജൂൺ 4-നാണ്, സത്യപ്രതിജ്ഞ ജൂൺ 9-നാണ്. അപ്പം 543 സീറ്റുകളാണ് ലോക്സഭയിലുള്ളത്. അതിൽ NDA 292 സീറ്റ് നേടി, ഇന്ത്യ 234 സീറ്റ്, അതേഴ്സ് 17 സീറ്റാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ലോക്സഭയിൽ 543 സീറ്റാണുള്ളത്. NDA 292, ഇന്ത്യ 234, അതേഴ്സ് 17 സീറ്റുകൾ നേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ പേഴ്സണൽ, പൊതുപരാതി പരിഹാരം, പെൻഷൻ വകുപ്പ്, ആറ്റോമിക എനർജി വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും. കൂടാതെ എല്ലാ സുപ്രധാന നയപ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പേഴ്സണൽ, പൊതുപരാതി പരിഹാരം, പെൻഷൻ വകുപ്പ്, ആറ്റോമിക എനർജി വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും, പിന്നെ എല്ലാ സുപ്രധാന നയപ്രശ്നങ്ങളും ഇദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. പ്രധാനമന്ത്രിയെ കൂടാതെ 30 കാബിനറ്റ് മന്ത്രിമാരുണ്ട്. അപ്പം 30 ക്യാബിനറ്റ് മന്ത്രിമാരാണ് പ്രധാനമന്ത്രിയെ കൂടാതെ ഉള്ളത്. പിന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മെഹ്താബാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. നമുക്ക് 30 ക്യാബിനറ്റ് മന്ത്രിമാരെ കുറിച്ചിട്ട് നോക്കാം. രാജ്നാഥ് സിംഗ് പ്രതിരോധം, അമിത് ഷാ ആഭ്യന്തരം സഹകരണ മന്ത്രാലയം. രാജ്നാഥ് സിംഗ് പ്രതിരോധം, അമിത് ഷാ ആഭ്യന്തരം സഹകരണ മന്ത്രാലയം. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം, ദേശീയപാത. ജഗത് പ്രകാശ് നദ്ദ ആരോഗ്യം, കുടുംബക്ഷേമം, രാസപദാർത്ഥ രാസവള വകുപ്പ്. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം, ദേശീയപാത. ജഗത് പ്രകാശ് നദ്ദ ആരോഗ്യം, കുടുംബക്ഷേമം, രാസപദാർത്ഥ രാസവള വകുപ്പ്. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കർഷക ക്ഷേമ വകുപ്പ്, ഗ്രാമവികസനം. നിർമ്മല സീതാരാമൻ ധനകാര്യം, കോർപ്പറേറ്റ് കാര്യ വകുപ്പ്. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കർഷക ക്ഷേമ വകുപ്പ്, ഗ്രാമവികസനം. നിർമ്മല സീതാരാമൻ ധനകാര്യം, കോർപ്പറേറ്റ് കാര്യ വകുപ്പ്. എസ് ജയശങ്കർ വിദേശകാര്യം. മനോഹർ ലാൽ ഖട്ടർ ഭവന നഗരകാര്യ വകുപ്പ്, വൈദ്യുതി. എസ് ജയശങ്കർ വിദേശകാര്യം, മനോഹർ ലാൽ ഖട്ടർ ഭവന നഗരകാര്യ വകുപ്പ്, വൈദ്യുതി. കുമാരസ്വാമി ഘനവ്യവസായം, ഉരുക്ക്. പീയൂഷ് ഗോയൽ വാണിജ്യ വ്യവസായ വകുപ്പ്. കുമാരസ്വാമി ഘനവ്യവസായം, ഉരുക്ക്. പീയൂഷ് ഗോയൽ വാണിജ്യ വ്യവസായ വകുപ്പ്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം. ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വകുപ്പ്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം, ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വകുപ്പ്. രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്ത് രാജ്, മത്സ്യബന്ധന, മൃഗസംരക്ഷണ, ക്ഷീരകർഷക വകുപ്പ്. സർബാനന്ദ സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലപാത. രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്ത് രാജ്, മത്സ്യബന്ധന, മൃഗസംരക്ഷണ, ക്ഷീരകർഷക വകുപ്പ്. സർബാനന്ദ സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലപാത. വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണം വകുപ്പ്. റാം മോഹൻ നായിഡു വ്യോമയാന വകുപ്പ്.
വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണം വകുപ്പ്, റാം മോഹൻ നായിഡു വ്യോമയാന വകുപ്പ്, പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, പുനർസൃഷ്ടിക്കാൻ കഴിയുന്ന ഊർജ വകുപ്പ്, ജുവൽ ഓറം ഗോത്രകാര്യം. പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, പുനർസൃഷ്ടിക്കാൻ കഴിയുന്ന ഊർജ വകുപ്പ്, ജുവൽ ഓറം ഗോത്രകാര്യം. ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽ, അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താവിതരണം ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ്, അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താവിതരണം ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയം വടക്ക് കിഴക്കൻ മേഖലാ വികസനം. ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം. ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയം വടക്ക് കിഴക്കൻ മേഖലാ വികസനം. ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരിക വകുപ്പ് ടൂറിസം. അന്നപൂർണ ദേവി വനിതാ ശിശു വികസനം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരിക വകുപ്പ് ടൂറിസം. അന്നപൂർണ ദേവി വനിതാ ശിശു വികസനം. കിരൺ റിജിജു ന്യൂനപക്ഷ ക്ഷേമം പാർലമെന്ററി കാര്യം. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം. കിരൺ റിജിജു ന്യൂനപക്ഷ ക്ഷേമം പാർലമെന്ററി കാര്യം. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം. മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ കായികം യുവജനകാര്യം. മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ കായികം യുവജനകാര്യം. ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ്. സി ആർ പാട്ടീൽ ജൽശക്തി. ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ്. സി ആർ പാട്ടീൽ ജൽശക്തി. ഇനി കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരെ കുറിച്ച് പഠിക്കാം. 2 പേരാണുള്ളത്, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ജോർജ് കുര്യൻ്റെത് ന്യൂനപക്ഷം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ്. അപ്പം സുരേഷ് ഗോപിയും ജോർജ് കുര്യനാണ് കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാർ. 2 ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ 7 വനിതാ മന്ത്രിമാരാണ് നമുക്കുള്ളത്. 2 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് കേട്ടോ. അതുകൂടാതെ 7 വനിതാ മന്ത്രിമാർ നമ്മുടെ ലോക്സഭയിലുണ്ട്. 7 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. 1-ാം ഘട്ടം 2024 ഏപ്രിൽ 19-നാണ്. 2-ാം ഘട്ടം 2024 ഏപ്രിൽ 26. 3-ാം ഘട്ടം 2024 മെയ് 7. 4-ാം ഘട്ടം 2024 മെയ് 13. 5-ാം ഘട്ടം 2024 മെയ് 20. 6-ാം ഘട്ടം 2024 മെയ് 25. 7-ാം ഘട്ടം 2024 ജൂൺ 1. 7 ഘട്ടങ്ങളായിട്ടാണ് 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് 1-ാം ഘട്ടത്തിലാണ്. ഏറ്റവും കുറവ് മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് 5-ാം ഘട്ടത്തിലാണ്. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2-ാം ഘട്ടത്തിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് 1-ാം ഘട്ടത്തിലാണ്. 102 മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും കുറവ് മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് 5-ാം ഘട്ടത്തിലാണ്, 49 മണ്ഡലങ്ങളിലേക്ക്. അപ്പം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് 2-ാം ഘട്ടത്തിലാണ്, 2024 ഏപ്രിൽ 26-ന്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4-നാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ശങ്കർ ലാൽവാനി. ഇൻഡോറിലാണ് അദ്ദേഹം മത്സരിച്ചത്.
ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ചത് രവീന്ദ്ര ദത്താറാം വൈക്കർ. അപ്പം ഏറ്റവും പ്രായം കൂടിയ മന്ത്രി എന്ന് പറയുന്നത് ജിതൻ റാം മാഞ്ചിയാണ്. അപ്പം 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4-നാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ശങ്കർ ലാൽവാനിക്കാണ്. ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ചത് രവീന്ദ്ര ദത്താറാം വൈക്കർ. പിന്നെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി എന്ന് പറയുന്നത് ജിതൻ റാം മാഞ്ചിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി റാം മോഹൻ നായിഡു. ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്ത് താഷിഗാങ് ഹിമാചൽ പ്രദേശിലായിരുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് 1.07%. അപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി റാം മോഹൻ നായിഡു ആയിരുന്നു. ആണ്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്ത് താഷിഗാങ് ആണ് ഹിമാചൽ പ്രദേശിലുള്ള. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് 1.07%. ഈ 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥികൾ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ പ്രചണ്ഡ, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഘെ, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നൗത്ത്, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിൻ ടോബ്ഗെ, ഷെയ്സൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്. ഇത്രയും പേരാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾ. ഇനി കേരളത്തിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. കേരളത്തിൽ ലോക്സഭാ സീറ്റ് 20 കേരളത്തിലെ വോട്ടിംഗ് ശതമാനം 71.16 ആണ്. കേരളത്തിൽ വനിതാ MP-മാരൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ കേരളത്തിൽ ലോക്സഭാ സീറ്റ് 20 കേരളത്തിലെ ലോക്സഭാ സീറ്റ് 20. കേരളത്തിലെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 71.16%. കേരളത്തിലെ വനിതാ MP-മാർ ഇല്ല. കേരളത്തിൽ വനിതാ MP-മാരൊന്നും തന്നെ ഇല്ല. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ചത് അടൂർ പ്രകാശിനാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് രാഹുൽ ഗാന്ധിക്കാണ്. ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ചത് അടൂർ പ്രകാശിന്. ഏറ്റവും പ്രായം കൂടിയ MP E.T. മുഹമ്മദ് ബഷീർ ആണ്. ഏറ്റവും പ്രായം കൂടിയ MP E.T. മുഹമ്മദ് ബഷീർ. ഏറ്റവും പ്രായം കുറഞ്ഞ MP ഹൈബി ഈഡൻ ആണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് സഹമന്ത്രിയായ വ്യക്തിയാണ് സുരേഷ് ഗോപി. നമുക്ക് ലോക്സഭാ അംഗങ്ങളെ ഒന്ന് പഠിക്കാം. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. കണ്ണൂർ കെ സുധാകരൻ, വടകര ഷാഫി പറമ്പിൽ, വയനാട് രാഹുൽ ഗാന്ധി. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂർ കെ സുധാകരൻ, വടകര ഷാഫി പറമ്പിൽ, വയനാട് രാഹുൽ ഗാന്ധി. കോഴിക്കോട് MK രാഘവൻ, മലപ്പുറം E.T. മുഹമ്മദ് ബഷീർ, പൊന്നാനി അബ്ദുസമദ് സമദാനി, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂർ K രാധാകൃഷ്ണൻ. കോഴിക്കോട് MK രാഘവൻ, മലപ്പുറം E.T. മുഹമ്മദ് ബഷീർ, പൊന്നാനി അബ്ദുസമദ് സമദാനി, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂർ K രാധാകൃഷ്ണൻ. തൃശ്ശൂർ സുരേഷ് ഗോപി, ചാലക്കുടി ബെന്നി ബെഹനാൻ, എറണാകുളം ഹൈബി ഈഡൻ, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, കോട്ടയം ഫ്രാൻസിസ് ജോർജ്, ആലപ്പുഴ KC വേണുഗോപാൽ. തൃശ്ശൂർ സുരേഷ് ഗോപി, ചാലക്കുടി ബെന്നി ബെഹനാൻ, എറണാകുളം ഹൈബി ഈഡൻ, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, കോട്ടയം ഫ്രാൻസിസ് ജോർജ്, ആലപ്പുഴ KC വേണുഗോപാൽ. മാവേലിക്കര
കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ട ആൻറ്റോ ആൻ്റണി, കൊല്ലം NK പ്രേമചന്ദ്രൻ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരം ശശി തരൂർ. മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷാണ്. പത്തനംതിട്ട ആൻറ്റോ ആൻ്റണി, കൊല്ലം NK പ്രേമചന്ദ്രൻ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരം ശശി തരൂർ. അപ്പം ഇത്രയാണ് നമ്മുടെ MP മാർ. അപ്പം ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.